പിണറായി വരണമെന്നാണ് ഞങ്ങളൊക്കെ മനസ്സില്. ഒരിക്കലും വി സതീശന് സാധ്യത കാണുന്നില്ല. രമേശ് ചെന്നിത്തലക്ക് സാധ്യത വരും. ശൈലജനെ ഒരു നല്ലൊരു സ്ഥലത്തല്ല കൊണ്ടുപോയിട്ടത്. സതീശൻ പറഞ്ഞു നോക്കണ്ട. പൊതുവെ എല്ലാറ്റിനും കൂടിയാണ് അമ്പേ പരാജയമാണ്. വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്ന കുറെ പദ്ധതികള് കണ്ടിന്യൂസ് ആണ്. പിന്നെ 2 രൂപ അരി തന്നെ. പിന്നെ ഇപ്പൊ മാസത്തില് 2 കിലോ അരി. എല്ലാവർക്കും വലിയ പാവപ്പെട്ട ഈ 2 കിലോ അരി കിട്ടി അവർക്ക് എന്താക്കാനാ? പിണറായി വിജയ് സാറിന്റെ പോക്കറ്റ് നിറക്കിയാണ്. ഞാൻ കോഴിക്കോടാണുള്ളത്. എന്തിനും ഏതിനും അഭിപ്രായമുള്ളവർ തന്നെയാണ് കോഴിക്കോട്ടുകാർ. ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആരാണ് ഭരിക്കേണ്ടത് എന്ന് അവർക്ക് അഭിപ്രായം പറയാനുണ്ടാവില്ലേ? ഭരണമാറ്റമാണോ അല്ലെങ്കിൽ ഭരണ തുടർച്ചയാണോ അവർ ആഗ്രഹിക്കുന്നത്? നമുക്ക് അവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം അല്ലേ. അടുത്ത ആരായിരിക്കും? പിണറായി വരണമെന്നാണ് ഞങ്ങളൊക്കെ മനസ്സില്. അതെന്താ? എന്താ വെച്ചാ അയാളാണ് പാവങ്ങൾക്ക് അനുകൂലങ്ങള്. മറ്റുള്ളവരും വന്നാൽ കുഴപ്പമൊന്നുമില്ല, അവർക്കും നമ്മൾ സപ്പോർട്ട് തന്നെയാണ്. UDF വരുന്നുണ്ടോ? UDF വരുന്നതാണ് ഇപ്രാവശ്യം. UDF കയറുന്നതാണ് മിക്കതും. നമ്മ ആഗ്രഹിക്കുന്ന പിണറായി വരാനാണോ? പക്ഷെ UDFനാണ് ചാൻസ് കിടക്കുന്നത്. പിണറായി വന്നാലേ ഞങ്ങൾക്ക് അനുകൂലങ്ങളും പെൻഷനും പാവപ്പെട്ടവർക്ക് സാമ്പത്തികവും ധനസഹായവും ഒക്കെ ഉള്ളത്. UDF വന്നാലും കൊടുക്കും. കൊടുക്കാതിരിക്കില്ല. ഒരു നല്ല സഹപ്രവർത്തകർ തന്നെയാണ്. ഒരു നാടിനും നമ്മളെ നാട്ടുകാർക്കും വേണ്ടി നല്ലോണം പ്രയത്നിക്കുന്ന ആൾക്കാർ തന്നെയാണ്. ഓരെ പറ്റി കുറ്റമൊന്നും ഞാൻ പറയില്ല. നല്ല അഭിപ്രായം തന്നെയാണ്. LDF സർക്കാർ വരണമെന്നാണ് നമ്മുടെ. കാരണം എന്താ വെച്ചാൽ നമ്മൾ UDF സർക്കാർ ഇവിടെ വന്നാല് വലിയ അഥവാ അധികാരത്തിൽ കയറിയ വലിയ തമ്മിൽ തല്ലുണ്ടാക്കാനുള്ള നേരം ഉണ്ടാവും. കാരണം ഇപ്പം തന്നെ 3 ആള് മുഖ്യമന്ത്രിക്ക് തട്ടിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ ആരാവുന്നുള്ളതിന് ഇപ്പം തന്നെ കച്ചറാണ്. അപ്പൊ അത് നേരെ ഓലിപ്പോ 5 വർഷം ഇനിയിപ്പോ ഒരു അധികാരത്തിൽ വരികയാണ്, അത് തീരുമാനിക്കാതെ നേരം ഉണ്ടാവും, ഭരിക്കാൻ നേരം ഉണ്ടാവില്ല. അപ്പൊ ജനങ്ങൾ നമ്മൾ എപ്പോഴത്തെ ഉദ്ദേശിക്കുന്നത് എന്താണ്? LDF സർക്കാർ തന്നെയാണ് വരുന്നത്. കാരണം അത്യാവശ്യം ഒരു വികസന കാര്യങ്ങളും പാവങ്ങൾക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ചെയ്യാതൊന്നുമില്ല. ഇപ്പോൾ കുഴപ്പമില്ലാതെ അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ അതിൽ 3000 റുപ്യ ഇപ്പോൾ UDF സർക്കാർ വന്ന 3000 റുപ്യ ഒക്കെ കൊടുക്കൂ എന്ന് പറയുന്നുണ്ട്. അതിപ്പോൾ കയ്യിൽ നടക്കുന്ന കാര്യമല്ലാവും. പിന്നെ അതേമാതിരി KSRTC സ്ത്രീകൾക്ക് ഫ്രീ. കോഴിക്കോട് KSRTC പ്രൈവറ്റ് ആയിട്ടില്ല, അല്ല ഇതായിട്ട് ഓടുന്നില്ല. ഒക്കെ ലോങ്ങിലൊക്കെ പോകണം. ലോങ്ങിലൊക്കെ സ്ത്രീകൾ അങ്ങനെ പോകും. ഉപരി ഇത് പല ഓരോ ഇത് പറഞ്ഞുകൊണ്ട് ഓരോ ഇത് ഉണ്ടാക്കുക. അപ്പൊ നമ്മളെ കാഴ്ചപ്പാടിൽ അതേ ഇതിൽ തന്നെ LDF സർക്കാർ വരണം എന്നുള്ളതാണ്. ഓലില് ചില വ്യക്തികളുണ്ട് പോരായ്മ ഉള്ള ആൾക്കാർ, അവരൊക്കെ മാറ്റിയിട്ട് നല്ല നല്ല വ്യക്തികൾ വരണം എന്നുള്ള ഒരു ആഗ്രഹക്കാരാണ്. അതിപ്പോ എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഒരിക്കലും വി സതീശന് സാധ്യത കാണുന്നില്ല. രമേശ് ചെന്നിത്തലക്ക് സാധ്യത വരും. കാരണം എന്താണെന്നറിയോ? സുധാകരനും മറ്റേ ഇയാളും കൂടി ഇപ്പം തന്നെ പറഞ്ഞു രമേശ് ചെന്നിത്തലാണ് എന്നുള്ളത്. കാരണം ഓല MLA-മാരൊക്കെ എല്ലാവരും കൂടി ഇതൊക്കെ അനുകൂലിച്ചാലും പല MLA-മാരും കൂടി അനുകൂലിച്ചാലും ഇയാൾക്ക് മുൻതൂക്കം വന്നു. അപ്പം എന്തായി? ഇവിടെ ഇതായി. അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങളാണ് ഓലയിലുള്ളത്. അല്ലാതെ പിണറായി തന്നെയാണ് ഭരിക്കേണ്ടത് നല്ലതെന്നാണ്. പിന്നെ നമുക്ക് പിന്നെ ഓലയിലുള്ള ഒരു വ്യക്തി നമ്മളെ ശൈലജനെ ഒരു നല്ലൊരു സ്ഥലത്തല്ല കൊണ്ടുപോയിട്ടത് എന്നുള്ളതാണ്. ശൈലജനൊക്കെ ഇല്ല, പ്രയാസമാണ്. കാരണം എന്താ പറയുക, അയാൾ 3 പ്രാവശ്യം തുടർച്ചയായിട്ട് അവിടെ ജയിച്ചതല്ലേ. എത്തിച്ചാ അത് നോക്കിയിട്ട് കാര്യമില്ല. പിന്നെ എന്നതിന്റെ ദിവസം അവിടെ ചുറ്റും വന്നിട്ടില്ലല്ലോ. ഇനിയിപ്പോ എന്താ ടീച്ചറുടെ ഭാഗ്യം, അത്രേ ഉള്ളൂ. തീർച്ചയായും LDF തന്നെ ആവും. കാരണം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതാണ് മെയിൻ. വികസന പ്രവർത്തനമാണെങ്കിലും ക്ഷേമ പ്രവർത്തനങ്ങളാണെങ്കിലും സർക്കാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്തായാലും LDF തന്നെ വരും. ജനങ്ങൾ ഏറെക്കുറെ ഹാപ്പി തന്നെയാണ്. എല്ലാം സതീശൻ പറഞ്ഞു നോക്കണ്ട. ഇതിന്റെ മുന്നേ അങ്ങനെ തരുന്നായിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും 2021 തെരഞ്ഞെടുപ്പിലും അന്ന് UDF അങ്ങനെ തന്നെയാണ് വീണ്ടും അധികാരത്തിൽ വരുന്നു പറഞ്ഞിരുന്നു. ഉണ്ടായില്ലല്ലോ. ഭരണവിരുദ്ധ വികാരം ഇല്ല. എന്താ വെച്ചാൽ എല്ലാ മേഖലകളിലും, ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയാണെങ്കിലും ആരോഗ്യ മേഖലയാണെങ്കിലും എല്ലാ മേഖലകളിലും സർക്കാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ക്ഷേമ പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും. ഇപ്പോൾ നമ്മളെ അടിസ്ഥാന വികസന സൗകര്യം തന്നെ വർദ്ധിച്ചുകൊണ്ട് അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് വികസനങ്ങൾ മറ്റുള്ള സ്റ്റേറ്റിൽ നിന്ന് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് വരെ ഇവിടെ പല വ്യവസായ സംരംഭങ്ങൾ തുടങ്ങാൻ വേണ്ടിയിട്ട് എല്ലാവരും വന്നിട്ടുണ്ട്. ആരായിട്ടെന്ന് പറഞ്ഞാല് ഇനിയിപ്പോ വന്നൊരു ഗവൺമെന്റ് സംബന്ധിച്ചിടത്തോളം ഒരു ചേഞ്ചിങ് ഉണ്ടാവും.
ഒരു ഭരണമാറ്റം ഉണ്ടാവും എന്നാണ് ഒരു ഇതുണ്ട് പൊതുവെയുള്ളൊരു UDF അധികാരത്തിലേറുന്നാണോ? UDF അധികാരത്തിൽ കയറി. UDF അധികാരത്തിലേറിയാൽ ആരായിരിക്കും മുഖ്യമന്ത്രി? എന്താ പറയാ VD സതീശൻ. VD സതീശനാവണമെന്നാണ്. ഇപ്പൊ KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല KC വേണുഗോപാൽ മത്സരിക്കുന്നില്ലല്ലോ. രമേശ് ചെന്നിത്തല ഉണ്ട്. എന്നാലും പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിൽ VD സതീശൻ പിന്നെ മുഖ്യമന്ത്രി ആവുന്നതാണ് പ്രതീക്ഷ. പണിയെടുത്ത പുള്ളി ആയതുകൊണ്ട് അതെ അതെ അതന്നെ. അപ്പൊ ഇത്തവണ പിണറായിക്ക് മൂന്നാം ഊഴം കിട്ടില്ല എന്നാണ് ഒരു 90%. ചേട്ടാ വേറെ ചോദ്യം, ഭരണവിരുദ്ധ വികാരം മാത്രമാണോ അല്ലെങ്കിൽ പിന്നെ UDF അത്രയും നല്ല പ്രവർത്തനം കാഴ്ച വെക്കുന്ന വിചാരിച്ചിട്ടാണോ ജനങ്ങൾ അങ്ങനെ തീരുമാനിക്കാനുള്ള അല്ല, ഭരണവിരുദ്ധ വികാരമാണ് ഒന്നാമത്. കാരണം ഒരു ഗവൺമെന്റ് പറഞ്ഞാല് ഭരണത്തിൽ നിൽക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ പ്രതിപക്ഷത്ത് നിന്നിട്ട് ഒരു പാർട്ടി എന്ത് ചെയ്തിട്ടും കാര്യമില്ല. പക്ഷെ ഭരണവിരുദ്ധ വികാരമാണ്. ഇവര് ഭരിച്ചിട്ട് നാട്ടില് ആളുകൾക്ക് ഇഷ്ടമല്ലാതെ ചെയ്തു. ഇഷ്ടമല്ല, സാധനങ്ങളെ വില വർദ്ധിക്കലും പിന്നെ വിദ്യാഭ്യാസത്തിന്റെ കാര്യമായാലും പിന്നെ പൊതുവെ ഉള്ള ഈ എന്താ പറയാ ഈ സോഷ്യൽ സെക്യൂരിറ്റി പൊതുവെ എല്ലാറ്റിലും എന്ത് ചെയ്യാണ് അമ്പേ പരാജയമാണ്. ഇപ്പോ നമുക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. നാട്ടിൽ കുറെ വികസനം നടന്നിട്ടില്ലേ? പക്ഷേ വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്ന കുറെ പദ്ധതികളെ കണ്ടിന്യൂസ് ആണ്. സ്വന്തമായിട്ട് ഗവൺമെന്റ് വന്നിട്ട് വിഴിഞ്ഞം ഉമ്മൻചാണ്ടി സർക്കാരാണ്, കണ്ണൂർ എയർപോർട്ട് ഉമ്മൻചാണ്ടി സർക്കാരാണ്. അങ്ങനെ വലിയ വലിയ പദ്ധതികളൊക്കെ കൊടുക്കുന്നത് ഉമ്മൻചാണ്ടി സർക്കാരാണ്. അതിന്റെ ഒരു കണ്ടിന്യൂസ് എന്ന രീതിയിലാണ് അതുകൊണ്ട് പിന്നെ കുറെ കെട്ടിടങ്ങളും കുറെ പിന്നെന്താ പറയാ വിദ്യാഭ്യാസം അതിപ്പോ ആർക്കും ചെയ്യാൻ പറ്റും, റോഡുകളും കാര്യങ്ങളൊക്കെ. അല്ലാതെ ഒരു മെയിനായിട്ട് ഒരു പ്രൊജക്ട് കാണുന്നില്ല. പിണറായി ജയിച്ചാല് എല്ലാവർക്കും ഈ പിന്നെന്താണ് ക്ഷേമ പെൻഷൻ കിട്ടുന്നുള്ള വിചാരം കൊണ്ട് എല്ലാവരും പിണറായിക്ക് ചെയ്യും. കഴിഞ്ഞ തവണ കിറ്റ് നൽകിയിരുന്നു 2021 ഓർമ്മല്ലേ? കോവിഡിന്റെ സമയത്ത്. അതുകൊണ്ടാണ് പിണറായി കയറിയെന്നാണ് പറഞ്ഞത്. ഇത്തവണ അതേപോലെ ക്ഷേമ പെൻഷൻ ആണോ? അതായിരിക്കും ഇപ്പൊ ക്ഷേമ പെൻഷനാണ് ഇതിന്റെ ഏറ്റവും വലിയ. ക്ഷേമ പെൻഷനിലൂടെ പിണറായി കയറാൻ സാധ്യത ഉണ്ടോ? പിണറായിക്കായിരിക്കും അധികം 100% പിണറായി ആണെന്നാ വിചാരിക്കുന്നത്. ഉണ്ടാക്കാണ്ട് അവർ ജയിച്ചാലും സാരില്ല, ഒന്നായാലും സാരില്ല, നല്ലത് വരട്ടാന്ന് ജീവിക്കണം. ഈ അടി കൊല്ലലും തിരിക്കലും തമ്മല് എല്ലാം. പിന്നെ ആദ്യം എല്ലാം പറയണ്ട, ആദ്യം ഒരാഴ്ചക്ക് അരി തരുന്നുണ്ടായിരുന്നു. ആഴ്ചക്ക് റേഷൻ കാർഡിൽ അരി കിട്ടുന്നില്ല. പിന്നെ 2 രൂപേന് അരി തന്നെ. പിന്നെ ഇപ്പൊ മാസത്തില് 2 കിലോ അരി. എല്ലാവർക്കും ഈ വലിയ പാവപ്പെട്ട ഈ 2 കിലോ അരി കിട്ടി അവർക്ക് എന്താക്കാനാ? ഞങ്ങൾക്ക് പറഞ്ഞു തരും. പറഞ്ഞു തരും നിങ്ങൾക്ക്. ഈ പെൻഷൻ കിട്ടിട്ട് ഈ അരി വാങ്ങാൻ കഴിയും അവർക്ക് എന്താ മരുന്ന് വാങ്ങണം, ഗുളിക വാങ്ങണം, എല്ലാം വാങ്ങണം. അല്ല എന്താ നിങ്ങളെ അഭിപ്രായം? നിങ്ങൾ നിങ്ങളോട് പറഞ്ഞു തരും. നിങ്ങൾ അല്ല, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള സർക്കാരാണ് വരേണ്ടത്. പിന്നെ എന്നല്ല ചെറിയ ചെറിയ മക്കള് വലിയ പഠിച്ച് എഞ്ചിനീയർ കോളേജിൽ എല്ലാവരും പഠിച്ചിന അവർക്ക് ഓരോ പണിയാക്കി കൊടുത്തൂടെ? എത്രയാണ് ഡെയിലി ആയിട്ട് നടക്കുന്നത്? അവർക്കെല്ലാം കൊടുത്തൂടെ? പാവല്ലേ? അതല്ല ഇപ്പൊ ഞങ്ങൾക്ക് പഠിക്കാണ്ട് പണിയും കിട്ടിയതാ. ഭഗവാൻ എന്താണെന്ന് അറിയില്ല, കണ്ണിങ്ങനെ ആയോണ്ട് ഞാൻ പറയാം. എന്നാലും അത് എന്താ ആര് ജയിച്ചാലും നല്ലത് വരട്ടെ. LDF തന്നെ വരാനാണ് സാധ്യത. കാരണം എന്താ അങ്ങനെ തോന്നുന്നത്? നല്ല ഭരണാണോ അവര്? നല്ല ഭരണാണോ? ഭരണമൊന്നും കുഴപ്പമുള്ള ഭരണമൊന്നുമല്ല. എല്ലാവർക്കും അനുകൂലമായിട്ട് തന്നെയാണല്ലോ എല്ലാം പോണത്. നാട് നന്നായോ നമ്മളെ 10 കൊല്ലം കൊണ്ട്? 10 കൊല്ലം കൊണ്ട് നന്നായെന്ന് വെച്ചാൽ ഒരുവിധമൊക്കെ നന്നായല്ലോ. റോഡുകളും മറ്റു കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് വന്നിട്ടുണ്ടല്ലോ. മാക്സിമം കഴിയുന്ന അത്രയൊക്കെ പോയിട്ടുണ്ട്. പിന്നെ ആളുകള് പല രീതിയിലും നാടിന് എന്താ പറയാ പുരോഗമനം തന്നെയല്ലേ ഉണ്ടായിട്ടുള്ളത്. UDF വരണ്ട, LDF തന്നെ വന്നാൽ മതി? അല്ല, അങ്ങനെയൊന്നുമില്ല. അങ്ങനെയല്ല, ഒരു സാധ്യതയെ പറ്റി പറയാണ്. പിന്നെ 3 വർഷം തുടർച്ചയായ ഭരണത്തിനെ പറ്റിയിട്ട് ആളുകൾക്ക് ഇപ്പൊ എല്ലാവരും ഒരേപോലെ ചിന്തിച്ചോളന്നില്ലല്ലോ. അല്ല, നമ്മുടെ നാട്ടിലെ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടല്ലോ. അതായത് 10 കൊല്ലായാലും ഒരു അതെ, അതും ഉണ്ട്. അങ്ങനെ ഉണ്ട്, ഭരണവിരുദ്ധ വികാരവും ഉണ്ട്. ആ ഒരു സാധ്യത ഉണ്ടോ? അതിനും ചെറിയൊരു സാധ്യത കാണുന്നു. പക്ഷെ വികസനം ഇല്ലാന്ന് നമുക്ക് തീർത്ത് പറയാൻ പറ്റില്ല. ഇടതുപക്ഷം വീണ്ടും അധികാരത്തിൽ വരുന്നതാണോ? തോന്നുന്നില്ല. എന്തുകൊണ്ടാണ്? കാരണം കഴിഞ്ഞ കാലങ്ങൾ അവർ ചെയ്ത് പൂർത്തിയാക്കാത്ത പല പരിപാടികളും ഇന്നും അത് അവിടെ തന്നെ കിടക്കുകയാണ്. അത് ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ജനങ്ങൾ കാണുന്നത്. അപ്പൊ അത് പൂർത്തിയാക്കാൻ UDF വരുന്നതാണ് ചേട്ടൻ പറയുന്നത്? അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ നിലപാടുകളുണ്ടല്ലോ. ആര് ചെയ്യും ആര് ചെയ്യാതിരിക്കുന്നുള്ള നിലപാടുകൾ കൂടിയാണ് ഇത് വരുന്നത്. ചെയ്യാൻ പറ്റാത്ത സാധനങ്ങൾ ചെയ്യാനുള്ള താല്പര്യത്തിലാണ് മറ്റൊരു കടന്നുകയില്ല. വരുന്നവർ ചെയ്തേ പറ്റൂ. UDF അധികാരത്തിൽ വരുന്നതാണ് പറയുന്നത്. UDFന്റെ
എൻ്റെ അഭിപ്രായത്തിൽ UDF ജയിക്കുന്ന തോന്നുന്നു. വി.ഡി. സതീശൻ പറഞ്ഞ പോലെ 100 സീറ്റൊക്കെ 100 സീറ്റ് കിട്ടും തോന്നിയില്ല. ഒരു 85 നല്ല മത്സരം കേരളത്തിൽ നടക്കും ഈ 2000. നല്ല മത്സരം തന്നെയാണ്, നല്ല മത്സരം നടക്കും. അപ്പം എന്തുകൊണ്ടാണ് ഭരണവിരുദ്ധ വികാരം ജനങ്ങൾക്കിടയിൽ അത്ര ശക്തമാണോ? ഭരണത്തിൽ ഒരേ രീതി പോകാൻ വിരുദ്ധമാവുന്നില്ലല്ലോ. ഒരേ രീതി പോകുമ്പോൾ വിരുദ്ധമായ കാഴ്ചപ്പാടുകൾ കാണുമ്പോഴാണ് ജനങ്ങൾ സംസാരിക്കുക. അത് ഭരണവിരുദ്ധം തന്നെയല്ലേ. തെറ്റായതിനെ ചൂണ്ടിക്കാട്ടുന്നതാണ് വിരുദ്ധമായ കാഴ്ചപ്പാടുകൾ. പിണറായി നല്ല മുഖ്യമന്ത്രി ആയിരുന്നു അല്ലേ? നല്ല മുഖ്യമന്ത്രി അല്ല. അല്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? കാരണം അദ്ദേഹത്തിന്റെ നിലപാടുകളൊക്കെ വീണ്ടും പറയുന്ന നിലപാടുകളെ കുറിച്ചാണ്. നിലപാടുകളൊക്കെ അദ്ദേഹം ഇന്ന് TV യിൽ കണ്ടത് അദ്ദേഹം രാഹുൽ ഗാന്ധിയൊക്കെ വേറെ തരത്തില്ല, വേറെ രീതിയിൽ ആക്ഷേപിക്കുന്ന രീതിയാണ്. അതൊക്കെ ജനങ്ങളുടെ യേശു. ഇപ്പൊ കാണുന്ന ഇപ്പം എന്ന് പറഞ്ഞാൽ വികസനത്തിന് മുഖങ്ങൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. ബാക്കിയൊക്കെ ബാക്കിൽ നോക്കും ഒക്കെ പോക്കാണ്. കാരണം റോഡുകൾ ഇതൊക്കെ ഇപ്പോഴും കിടക്കുന്നില്ല. എത്ര മാരണങ്ങളാണ്, എത്ര പാലങ്ങൾ ഇതൊക്കെ പൊളിഞ്ഞു വീണ്. പിന്നെ ആരോഗ്യകരമായ കാഴ്ചപ്പാട്, ആരോഗ്യ രംഗത്തൊക്കെ പറയിപ്പിക്കാൻ കുറെ സാധാരണ കാലാകാലം നിലനിൽക്കും. അതവിടെ കത്രികൾ മറന്നു പോകുന്ന സംഭവങ്ങളൊക്കെ. അതാ അല്ല ചേട്ടാ, ഇപ്പം നമ്മൾ UDF ഭരണത്തിലേറി വിചാരിക്കാം, ആരായിരിക്കും ഇപ്പൊ അടുത്ത മുഖ്യമന്ത്രിയാവുക? അങ്ങനെ നമുക്ക് പാർട്ടിയില് ഹൈക്കമാൻഡാണ് തീരുമാനിക്കുന്നത്. നമ്മുടെ ഒരു രീതിയിൽ എൻ്റെ ഇതില് രണ്ടുപേരെ കാണുന്നു, V.D. സതീശനും MS ചെന്നിത്തലയും കാണുന്നു. അതിൽ ആരാന്നൊക്കെ പറയാൻ പറ്റില്ല. ചേട്ടൻ എന്താ തോന്നുന്നത്, ആരാവണമെന്നാ നമുക്കൊരാഗ്രഹം ഉണ്ടാവില്ലേ? സതീശൻ MS അങ്ങനെ പറയാൻ പാടില്ല. കാരണം ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ V.D. സതീശൻ കയറട്ടെ എന്നാണ്. പുള്ളി കഴിഞ്ഞ 5 വർഷമായിട്ട് നല്ലോണം ജോലി എടുക്കുകയാണല്ലോ, അപ്പം പുള്ളി കയറട്ടെ എന്നാണ്. പക്ഷെ അതിന്റെ മുന്നിൽ കുറെ കൂടി മുതിർന്ന ആളവിടെ കോൺഗ്രസിന് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട്. അത് MS ചെന്നിത്തല തന്നെയാണ്. അപ്പൊ ജനത്തിന്റെ പാർട്ടി തീരുമാനിക്കാതെ നമ്മൾ പറയാനല്ല ശരി. പാർട്ടി തന്നെ തീരുമാനിക്കാതെ, പാർട്ടി ICC തീരുമാനിക്കാതെ. ഭരണം മാറണം. ഇപ്പോഴത്തെ ഭരണം വളരെ മോശമാണ്. പിണറായി വിജയ് സാറിന്റെ പോക്കറ്റ് നിറക്കിയാണ് ജനങ്ങള്. ഒരു ഇതും കഴിയുന്നില്ല. ഇവിടുത്തെ റോഡ് കണ്ടില്ലേ? ആ റോഡ് ഇങ്ങനെയാണ് ഉണ്ടാക്കിയത്. ഞങ്ങൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് റോഡുണ്ട്, ആ റോഡിലൊന്നുമില്ല. ഇപ്പോഴത്തെ ഭരണം മഹാമോശമാണ്. ഇതൊന്നും ഭരണം മാറണം. UDF അല്ലെങ്കിൽ BJP, അത് ഏതെങ്കിലും ഒരു ഭരണം വരണം ഇവിടെ.